എല്ലാവർക്കും KM TV-യുടെ കർണാട്ടിക് കീബോർഡ് ലെസൺ പാർട്ട് 32ലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ശ്രീ സുരേഷ് നാരായണൻ അവറുകൾ എഴുതിയ കർണാടക സംഗീതം ഭാഗം 1 എന്ന ബുക്കിലെ ഗീതം 3 ഈ ഗീതവും 15ാം മേളകർത്ത രാഗമായ മായാ മാളവ ഗൗളയുടെ ജന്യരാഗമായ മലഹരി രാഗത്തിലാണ്. അപ്പോൾ മുൻപ് നമ്മൾ പഠിച്ച 2 ഗീതങ്ങളും മലഹരി രാഗത്തിൽ തന്നെ ഉള്ളതായതുകൊണ്ട് ഞാൻ കൂടുതലായി അതിൻ്റെ ആരോഹണ അവരോഹണത്തിലേക്ക് കടക്കുന്നില്ല. എങ്കിലും ഒന്ന് ഓർക്കാനായിട്ട് പറയാം. സാരി മാ പദ സ സദ പ മഗരി സ. അപ്പോ നമുക്ക് ഈ ഗീതത്തിലേക്ക് പോകാം. അപ്പോ മലഹരി രാഗത്തിലുള്ള, അതായത് 15ാം മേളകർത്ത രാഗത്തിൻ്റെ ജന്യരാഗമാണ് മലഹരി. ആ രാഗത്തിലുള്ള 3ാമത്തെ ഗീതം അതിപ്രകാരമാണ്. പതുമനാഭ പരമപുരുഷ പരം ജ്യോതി സ്വരൂപ വിദുരവന്ദ്യ വിമല ചരിത വിഹംഗാദി രോഹണ ഉദതി നിവാസ ഊരഗശയന ഉന്നതോന്നത മഹിമാ യദുകുലോത്തമ യജ്ഞരക്ഷക യജ്ഞശിക്ഷക രാമനാമ വിഭീഷണ പാലക നമോ നമ ഇഭവരദായക നമോ നമ ശുഭപ്രദ സുമനോരഥ സുരേന്ദ്ര മനോരഞ്ജന അഭിനവ പുരന്ദര വല്ലഭേരേ രാമ നാമ. ഇതിൻ്റെ 1ാമത്തെ ലൈനിൻ്റെ, അതായത് 14 ലൈനുണ്ട്. ഇത് 14 ലൈനിൽ 1ാമത്തെ ലൈനിൻ്റെ നൊട്ടേഷൻ ഞാൻ വായിക്കാം. പതുമനാഭ പരമപുരുഷ, അതാണ് ആദ്യത്തെ ലൈൻ. മഗരി മാമപ. 2ാമത്തെ ലൈൻ നിങ്ങൾക്ക് സാഹിത്യം ഓൾറെഡി ഞാൻ പാടിയതായിരുന്നു. 2ാമത്തെ ലൈൻ മൂന്നാമത്തെ ലൈൻ നാലാമത്തെ ലൈൻ അഞ്ചാമത്തെ ലൈൻ
ധാ 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 സാ ധാ പ. ആറാമത്തെ ലൈൻ ധാ ധാ പ പ പ മ മ മ പ പ. അപ്പം ഏഴാമത്തെ ലൈൻ ധാ ധാ പ പ പ മ മ മ ഗ രി സ. എട്ടാമത്തെ ലൈൻ സാ സ ധാ 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 പ പ പ മ ഗ രി സ. ഒമ്പതാമത്തെ ലൈൻ ധ സ ധ പ മ പ ധ ധ പ മ ഗ രി സ. പത്താമത്തെ ലൈൻ സി സ ധ പ മ പ ധ ധ പ മ ഗ രി സ. പതിനൊന്നാമത്തെ ലൈൻ പ മ പ ധ സ ധ സ രി സ ധ ധ സ ധ പ. പന്ത്രണ്ടാമത്തെ ലൈൻ ധാ ധാ പ പ പ മ മ മ മ പ പ. പതിമൂന്നാമത്തെ ലൈൻ ധാ ധാ പ പ പ മ മ മ ഗ രി സ. പതിനാലാമത്തെ ലൈൻ സാ സ ധാ 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 പ പ പ മ ഗ രി സ. ഇത്രയും വായിച്ചതിന് ശേഷം ഒരു തവണ കൂടെ നമ്മൾ ഒന്നാമത്തെ ലൈൻ വായിച്ച് വേണം നിർത്താൻ. അതായത് രീ സ സ സ മ ഗ രി മ പ. അപ്പോൾ ഒരു വലിയ വീഡിയോ ആക്കാൻ ഞാനിത് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ വളരെ സമാധാനമായിട്ട് ഇത് വായിക്കണം. ഇതുപോലെ ഇങ്ങനെ വായിച്ച് വേണം ആദ്യം പഠിക്കാൻ. അല്ല ആദ്യമേ സ്പീഡ് എടുക്കരുത്. ഇതേ രൂപത്തിൽ ഇത് വായിച്ച് പഠിക്കുക. എൻ്റെ ഫിംഗർ നിങ്ങൾക്ക് കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും അതിനകത്ത് കൈ ചുവനെ നിങ്ങൾ കണ്ടില്ല, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. ഞാൻ വീണ്ടും ആ ഭാഗം ഒന്നുകൂടി ഇടും. അപ്പം നന്നായി ഇത് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. പലരും വീഡിയോ കാണുന്നുണ്ട്, അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും എന്നെ അറിയിക്കണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി നമ്മൾ സന്ധിക്കുന്നത് വരെ എല്ലാവരോടും തൽക്കാലത്തേക്ക് ഞാൻ അജയകുമാർജി വിട ചൊല്ലുന്നു. നന്ദി, നമസ്കാരം.